അപ്പൊ ഇന്നത്തെ വിഷു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ. വലിയ വിഷുവിന്റെ അന്ന് കൊയിലാണ്ടിക്കാർ ഇങ്ങോട്ട് വന്നാട്ടോ. പൊതുവേ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ പതിവ്. അപ്പൊ സജീഷറിന് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കാന്ന്. പിന്നെ അടുക്കളയിൽ കുറച്ച് തകൃതിയായ പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. വിഷു കഴിഞ്ഞപ്പം പിന്നെ സൗണ്ട് പോയിട്ടോ. സിന്തേച്ചിയും പ്രസിയേച്ചിയാണ് അടുക്കളയില്. ഞാനും സൈഷാനും കൂട്ടി കുറച്ച് കഷ്ണങ്ങളെല്ലാം ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കൂട്ടുകറി പ്രസീനെ ഏൽപ്പിച്ച്, അവിയല് സിന്തേച്ചിനെ ഏൽപ്പിച്ച്, സാമ്പാർ സൈഷാൻ ഉണ്ടാക്കി, പച്ചടി ഞാൻ ഉണ്ടാക്കി. ഇത് സിന്തേച്ചിന്റെ അമ്മയാട്ടോ. അമ്മ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ എല്ലാരും കൂടെ ചിക്കൻ ഉണ്ടായിരുന്നേ. ശരിക്കും പറയുകയാണെങ്കിൽ സദ്യ മാത്രം വെക്കേണ്ടതാണ്. പക്ഷെ ചിക്കൻ ഇല്ലാണ്ട് മക്കൾക്കൊരു സന്തോഷം ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് ചിക്കൻ ഉണ്ട്. പിന്നെ എല്ലാം അടിപൊളിയിലാ. പ്രത്യേകിച്ച് എല്ലാവരും കൂടി വന്നേട്ടോ, സെറ്റ് മുണ്ടൊക്കെ എടുത്ത്. പക്ഷെ വെടിയെത്തിയപ്പോ എല്ലാം ഊരി, കാരണം അത്രയും പണി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് തീരൂലല്ലോ. ഞാനൊറ്റയ്ക്ക് ആയാൽ പിന്നെ ഏകദേശം ഒരു 3 മണി 4 മണിയാവും ചോറുന്നേ. അങ്ങനെ പിന്നെ പുറപ്പെടുന്നവരുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞും സിദ്ധുവിനും കളിക്കാൻ വേണ്ടി ആദി വന്നതിനെ കൊണ്ട് ആദിന്റെ കൂടെ കളിക്കാട്ടോ. പിന്നെ എല്ലാരും ചോറ് തിന്നുന്ന ഒരു സമയമാകുന്നവരെ ഫോട്ടോ എടുക്കലും അത് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും സംസാരിക്കലും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ സദ്യയൊക്കെ ഇവിടെ ഫുള്ളും ആയിട്ടുണ്ട്. പച്ചടി ഉണ്ട്, അവിയലുണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, രസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തായിരുന്നു, പുളിയുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ 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 ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി ഒക്കെ. പിന്നെ ഇതിന്റെ കൂടെ ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ മീനും ഉണ്ട്. കാരണം സിന്തേച്ചിന്റെ അമ്മ ചിക്കൻ ഒന്നും കഴിക്കൂല. അപ്പം പിന്നെ എന്തായാലും മീനും കൂടെ വാങ്ങി. പിന്നെ ലാസ്റ്റ് പായസം ഉണ്ടാക്കുന്നുണ്ട്. പപ്പടം കാച്ചുന്ന തിരക്കിലാണ് ആടെ, അതുകൊണ്ട് ആ തിരിഞ്ഞു നോക്കാതെ കാച്ചുന്നുണ്ട്. കൊയിലാണ്ടിക്കാര് ഓണവും വിഷു ഒക്കെന്ന് വെച്ചാല് എന്തൊക്കെ ആയാലും ഏടി ആയാലും ഞാൻ ഒരു ദിവസം ഏടിയെങ്കിലും ഒരുമിച്ച് കൂടും കേട്ടോ. കൂടുന്ന എല്ലാവരും ഒന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരൂല. പക്ഷെ ഉള്ള ആൾക്കാർ ഒരുമിച്ച് അന്നൊരു ദിവസം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതെന്തോ ഒരു സന്തോഷം. അതില്ലാന്ന് ആലോചിക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കര വിഷമായിക്കേ. ഇപ്പൊ അതിങ്ങനെ പറഞ്ഞു ഇവിടെ കുഞ്ഞൂനും സിദ്ധുവിനും ഒക്കെ അതൊരു ശീലായി. അപ്പോൾ ഓരാണ് ആദ്യം ചോദിച്ചത്, അമ്മയെ കൊയിലാണ്ടിയിലേക്ക് പോകുമോ നമ്മള്, അല്ലെ കൊയിലാണ്ടിക്കാർ ഇങ്ങോട്ട് വരുമോ എന്നിട്ടോ. അങ്ങനെ എല്ലാരും കൂടെ തീരുമാനിച്ചു കൊയിലാണ്ടിക്കാർ ഇങ്ങോട്ട് വരെ. പിന്നെ എല്ലാരും കൂടി നിലത്താടെ ഇരുന്നിട്ടോ. ഉള്ള സ്ഥല പരിമിതികൾക്കനുസരിച്ച് എല്ലാരും കൂടി ഇരുന്ന്. ഇവിടെ സിദ്ധു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പപ്പടം ഓനാ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ എന്നോട് പിന്നെ മെല്ലനെ വന്ന് ചോദിച്ചു, അമ്മേ പപ്പടം ആദ്യമാണോ കൊടുക്കുക അവസാനാണോ കൊടുക്കാന്ന്. അപ്പൊ അവസാനാന്ന് പറഞ്ഞപ്പോ ഓൻ ചോറിൽ തൊട്ടുപോയി, ഭക്ഷണം കഴിക്കാൻ ഇരുന്നല്ലോ. ഇതിന് ശേഷം പപ്പടം കൊടുക്കേണ്ട സമയത്ത് എണീറ്റ് പോയിട്ട് ഓനാട്ടോ എല്ലാവർക്കും പപ്പടം കൊടുത്തത്. ഇന്ന് വിഷുവിന്റെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ സജീഷ് ഏട്ടന്റെ പെങ്ങൾക്കും ഏട്ടനൊന്നും വന്നില്ല കേട്ടോ. ഓരോരുത്തരും അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അന്നേരത്തെ ഫുഡ് കഴിക്കുക. പിന്നെ സജീഷ് ഏട്ടൻ രാവിലെ പെങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാരും കൂടെ ഇരുന്ന് കഴിച്ച്. ഇവരൊക്കെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഇതായ മാലൂനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അമ്മ എന്ന് പറയുന്ന ഇപ്പം നമ്മളെ കുടുംബത്തിൽ നമ്മളെ ശാസിക്കാനും പറയാനും ഒക്കെ ആയിട്ട് ഈ അമ്മയാട്ടോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ വന്നതിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നേ. ഓരെല്ലാരും കഴിച്ചതിന് ശേഷം കേട്ടോ മെയിൻ പാചകക്കാർ ഇവിടെ ഇരുന്നത്. രാമൻകുട്ടി എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ ലാസ്റ്റ് ടേബിൾ മേൽ ഇരുന്നത് കഴിച്ചേട്ടോ. സൈഷറിനും ഉണ്ടായിരുന്നു. പിന്നെ ഇവര് പോകുന്നതിന്റെ മുന്നേ ഉള്ള നമ്മളൊരു ചടങ്ങുണ്ടല്ലോ, ഫോട്ടോ എടുക്കല്, അത് നിർബന്ധമല്ലേ. അപ്പൊ അതിനായിട്ട് കുറെ പോസ് ചെയ്തൊക്കെ ഇരുന്ന്. പിന്നെ സിന്തേച്ചി ഇങ്ങനെ പറയാ, മുഖത്തൊക്കെ കരിവാളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത്രയും വെയിലും ചൂടും ഒക്കെ അല്ലേ, അതായിരിക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ ആട്ടോ.
ഇതെന്തോ ഒരു നിർബന്ധ സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. പിന്നെ ഓണവും വിഷു ആഘോഷിക്കുന്നത് ശരിക്കും പറയാൻ ഇപ്പൊ ഫോട്ടോ ഇടാനല്ലേ. പിന്നെ അതിനുശേഷം ഇവര് പോവാനിറങ്ങി. പിന്നെ എന്റെ മോന്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാരും ഒന്നും മിസ് ചെയ്യാണ്ട് കാണണേ. നല്ല രസമായിരുന്നു. ഒരു ഉഷാറിങ് വന്നതാ ഡാൻസ് കളിക്കുക. അപ്പൊ ഞാള് കുറച്ചു നേരം കളിച്ചിട്ടോ. അതിനൊരു പാട്ട് എന്നൊന്നുമില്ല. ഏടുന്ന എന്തെങ്കിലും കേട്ട് അപ്പൊ അങ്ങോട്ട് തുള്ളിയതാട്ടോ. പിന്നെ ഇവര് പോവാനുള്ള ഒരു ടൈമായി. അപ്പോഴേക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു വിഷുവിന് അന്ന്. പിന്നെ മെയിൻ ആയിട്ട് അളിയനും കടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അവർക്ക് തിരിച്ചു പോകാൻ നേരത്ത് ഇവിടുന്ന് ഓട്ടോ കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വിഷു അതിനെ കൊണ്ട് എല്ലാവരും ലീവ് ആയിക്കല്ലേ. അപ്പൊ സജീഷ് ചേട്ടനോട് പറയാ രണ്ടാളായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി കൊടുക്കാൻ കേട്ടോ. ഒരധികവും ട്രെയിനിലാട്ടോ വരുന്നത്. പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇതിപ്പോ ഇറക്കി കൊടുക്കാൻ നിന്നാ പിന്നെ ഒരു നേരം ആവുമല്ലോ. എന്തോ ഭാഗ്യത്തിന് അവർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചാൾ ആദ്യം പോയി, പിറകെ തന്നെ ബാക്കിയുള്ളവരും പോയി. അങ്ങനെ എല്ലാവരും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടോ. പിന്നെ കൈനീട്ടവും തന്നിട്ടാ എല്ലാവരും പോയത്. തിരിച്ചും അങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്ത്. അപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ വിഷുവിന്റെ ആഘോഷങ്ങൾ. അപ്പൊ എല്ലാവരും വിഷുവിന്റെ ആഘോഷങ്ങൾ എങ്ങനെയാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.